വിവാഹം കഴിഞ്ഞ് വർഷങ്ങളേറെയായിട്ടും ഒരു കുഞ്ഞെന്ന സ്വപ്നം ബാക്കിയാവുന്ന ദമ്പതികളുടെ വേദന വിവരണാതീതമാണ്. അപ്പോൾ വിവാഹം കഴിഞ്ഞ് 10 വർഷത്തിന് ശേഷമാവുമ്പോഴോ അത്തരമൊരവസ്ഥയിലൂടെയാണ് ഈ ദമ്പതികളും കടന്നുപോയത്. വിവാഹത്തിന്റെ ആദ്യ നാളുകളിൽ ടെസ്റ്റ് ചെയ്തപ്പോൾ ഭർത്താവിന് കൗണ്ട്, മോട്ടിലിറ്റി, മോർഫോളജി എന്നിവ കുറവായിരുന്നെങ്കിലും കൗണ്ട് ഉണ്ടായിരുന്നു. വർഷങ്ങൾ കഴിഞ്ഞതോടെ കൗണ്ട് 0-ലേക്ക് എത്തി. അസൂസ്പെർമിയ എന്ന അവസ്ഥയിലെത്തി. പല ചികിത്സകളും നടത്തി പ്രയോജനമില്ലാതായപ്പോൾ IVF ചെയ്യാൻ തീരുമാനിച്ചു. ടെസ പ്രൊസീജിയർ വഴി ബീജങ്ങൾ പുറത്തെടുത്തു. IVF പ്രൊസീജിയർ ചെയ്തു. നിർഭാഗ്യവശാല് റിസൾട്ട് നെഗറ്റീവായിരുന്നു. അങ്ങനെയാണ് അവർ കെയർവെല്ലിൽ വരുന്നത്. ഇവിടുത്തെ മരുന്ന് കഴിച്ച് ഏകദേശം ഒരു 3-4 മാസം കഴിഞ്ഞപ്പോൾ ടെസ്റ്റ് ചെയ്ത് നോക്കി. കൗണ്ട് 41.2 മില്യൺ ആവുകയും പ്രോഗ്രസീവ് മോട്ടിലിറ്റി 43%, സ്ലോ പ്രോഗ്രസീവ് 23%, മോർഫോളജി 5%. 2 മാസത്തിനുള്ളിൽ യാതൊരു കൃത്രിമ മാർഗങ്ങളുമില്ലാതെ അവർ ഗർഭിണിയായി. ഈ അടുത്ത ദിവസം സ്കാൻ ചെയ്തു. 6 ആഴ്ച പ്രായമായ കുഞ്ഞ് അമ്മയുടെ വയറ്റിൽ വളരുന്നു. കുഞ്ഞിന് ഹാർട്ട് ബീറ്റ് ആയിട്ടുണ്ട്. 10 വർഷത്തെ കാത്തിരിപ്പിന് ശേഷം അങ്ങനെ കെയർവെല്ലിലൂടെ മധുരമായ ഒരു പരിഹാരമായി. അസൂസ്പെർമിയ ഉണ്ടെന്ന് കരുതിയോ IVF പരാജയപ്പെട്ടു എന്ന് കരുതിയോ വിഷമിക്കേണ്ടതില്ല. പക്ഷേ എല്ലാ അസൂസ്പെർമിയ കേസും വിജയിക്കണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. ഏറ്റവും വിജയസാധ്യത കുറഞ്ഞ ഒരു കണ്ടീഷനാണ് അസൂസ്പെർമിയ. ഏറ്റവും കുറവ് റിസൾട്ടുള്ള ഒരു കണ്ടീഷൻ. ചിലർക്കൊക്കെ ശരിയാവാറുണ്ട്. ശരിയായ ചികിത്സ ശരിയായ സമയത്ത്.